ഹലോ ആൻഡ് ദിസ് ഇസ് ദ ലാസ്റ്റ് വ്ളോഗ് ഓഫ് ഗോൾഡൻ ട്രയാങ്കിൾ. സോ ഇന്ന് ഡൽഹിയിൽ കുറച്ച് പ്ലേസസ് ഞങ്ങൾ ചൂസ് ചെയ്തിട്ടുണ്ട്. സോ അത് മാത്രമേ ഞങ്ങൾ കവർ ചെയ്യാൻ പോകുന്നു. മോർണിംഗ് എണീറ്റ് ഫ്രഷപ്പ് ആയി നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയിട്ട് ഇവിടെയും ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെൻ്ററി ആണ് ആസ് യൂഷ്വൽ. അതേപോലെ ഞങ്ങൾ ചൂസ് ചെയ്ത ഹോട്ടൽ ഫ്ലോറൻസ് ഇൻ കരോൾ ബാഗിലാണ്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിൽ അങ്ങനെ സൗത്ത് ഇന്ത്യൻ ഡിഷസ് ഒന്നും ഇല്ല. ഉപ്മാവ് കുറച്ച് കോമൺ ആയിട്ട് തോന്നി. പിന്നെ പാസ്ത, പിന്നെ ഫ്രൂട്ട്സ്, പഴം അങ്ങനെ കുറേ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചോക്കോസ് കോമൺ ആണ്. ഞങ്ങൾ സ്റ്റേ ചെയ്ത ഹോട്ടലിൽ കുറേ ഫോറിനേഴ്സും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇന്നത്തെ ഒരു ദിവസം മാത്രമേ ഡൽഹിയിലുള്ളൂ എന്നുള്ള കാരണം മോർണിംഗ് 8:30 തന്നെ ഫ്രഷപ്പ് ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് ഇരിക്കുകയാണ് കേട്ടോ. പിന്നെ ഞങ്ങളുടെ ആ ടൂർ ഗൈഡ് ഇവിടെ ഡൽഹിയിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആൾ ഇന്നലെ വീട്ടിൽ പോയി. സോ മോർണിംഗ് ഇവിടെ പിക്ക് ചെയ്യാൻ വരാമെന്നാണ്. അങ്ങനെ ആളെത്തി കേട്ടോ. ഈ കാറിലാണ് ഞങ്ങൾ ഈ ഒരു 3 days ജയ്പൂർ, ആഗ്ര, ഡൽഹി ഒക്കെ കവർ ചെയ്തു. ഡൽഹി സിറ്റി നല്ല അടിപൊളിയാണ്. ഇതുപോലെ ഈ റിക്ഷാസ് ഒക്കെ കുറേ കാണാം. അതുപോലെ റോഡും നല്ല അടിപൊളി. പിന്നെ മോർണിംഗ് ട്യൂസ്ഡേ ആയതുകൊണ്ട് തന്നെ മോർണിംഗ് ടൈം കുറേ ആൾക്കാർ ജോബിനൊക്കെ വേണ്ടിയിട്ട് പോയി തുടങ്ങി. ആദ്യം തന്നെ ബിർള മന്ദിർ കണ്ടു കേട്ടോ. ഉള്ളിലൊന്നും പോയില്ല, ജസ്റ്റ് റോഡ് സൈഡിൽ കാറ് നിർത്തി കണ്ടു. പിന്നെ പോയത് റെഡ് ഫോർട്ട്. നമ്മുടെ 500 rupees നോട്ടിൻ്റെ ബാക്ക് സൈഡിൽ കാണുന്നതാണ് റെഡ് ഫോർട്ട്, ചെങ്കോട്ട എന്ന് പറയുന്ന സ്ഥലം. ഞങ്ങൾ റെഡ് ഫോർട്ടിൻ്റെ സൈഡ് വഴി കൂടിയാണ് പോയത്. അങ്ങനെ അവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് ഞങ്ങൾ റെഡ് ഫോർട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് കുറച്ച് നടന്നു. ഇവിടെ ടിക്കറ്റ് ഉണ്ട്. ടിക്കറ്റ് പെർ ഹെഡ് 80 rupees ആണ്. ഫോറിനേഴ്സിന് വേറെ റേറ്റ് ആണ്. പിന്നെ റെഡ് ഫോർട്ട് എന്ന് പറയുമ്പോൾ ലാസ്റ്റ് മന്ത് ഉണ്ടായ ആ ഒരു ഡൽഹി ബ്ലാസ്റ്റ് ഇൻസിഡൻറ്റും ഇവിടെ തന്നെയാണ്. ഇത് റെഡ് ഫോർട്ടിൻ്റെ സൈഡ് റൂട്ടാണ്. ഇവിടുന്ന് ഫ്രണ്ടിലേക്ക് കുറച്ച് നടക്കാനുണ്ട്. ഡൽഹി വെതർ നൈറ്റ് കുറച്ച് തണുപ്പാണെങ്കിലും മോർണിംഗ് നല്ല വെയിലുണ്ട് കേട്ടോ. നൈറ്റ് ടെമ്പറേച്ചർ സർവൈവ് ചെയ്യാൻ ഓക്കെ ആണെങ്കിൽ ഡൽഹി ഇതാണ് ബെസ്റ്റ് ക്ലൈമറ്റ് എന്ന് എനിക്ക് പറയാം. ഈ ഒരു റെഡ് ഫോർട്ടിൻ്റെ കോമ്പൗണ്ടിൽ ഈ റിക്ഷാസ് ഉണ്ട് കേട്ടോ. സോ നമുക്ക് എൻട്രൻസിലേക്ക് പോവുകയാണെങ്കിൽ 25 rupees പെർ ഹെഡ് കൊടുത്തു. റെഡ് ഫോർട്ടിൻ്റെ എൻട്രൻസ് വരും. നമുക്ക് ഈ ലാസ്റ്റ് മന്ത് ഉണ്ടായ ഒരു ബ്ലാസ്റ്റ് ഇതിൻ്റെ ഓപ്പോസിറ്റ് ഉള്ള റോഡിലാണ് ആ ഒരു ബ്ലാസ്റ്റ് ഉണ്ടായത്. ഇതാണ് റെഡ് ഫോർട്ടിൻ്റെ മെയിൻ എൻട്രൻസ് വരുന്നത്. റെഡ് ഫോർട്ട് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ഇന്ത്യൻ ഒരു 200 years മുന്നേ മുഗൾ എംപറർ അവരുടെ ഒരു റെസിഡൻസ് ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ള ഒരു പ്ലേസാണ് ഈ റെഡ് ഫോർട്ട്. ഈ ഓപ്പോസിറ്റ് കാണുന്ന സ്ഥലത്താണ് ആ ഒരു ഡൽഹി ബ്ലാസ്റ്റ് ഉണ്ടായത്. പിന്നെ ഈ ഒരു എൻട്രൻസിൽ കൂടിയാണ് നമ്മൾ ഉള്ളിലേക്ക് കിടക്കേണ്ടത്. അതിൻ്റെ ചെക്കിങ്ങിൻ്റെ ക്രൗഡാണ് ഇവിടെ കൂടുതൽ. ഇങ്ങനെ ഞാൻ കാണുന്നത് എല്ലാ സ്ഥലത്തും അത്യാവശ്യം നാഷണൽ ഫ്ലാഗ്സ് ഒക്കെ ഉണ്ട്. നമ്മുടെ അവിടെ എന്ന് പറയുമ്പോൾ റെയിൽവേ സ്റ്റേഷൻ അങ്ങനെയല്ലേ വെക്കാറുള്ളൂ. ഇവിടെ അങ്ങനെയല്ല. ഒരു റോഡ് സൈഡിലൊരു സിഗ്നലിലാണെങ്കിലും അവിടെയും നാഷണൽ ഫ്ലാഗൊക്കെ കുറേ ഉണ്ട്. അതൊക്കെ എനിക്ക് കുറച്ച് ഇവിടുത്തെ ഒരു പ്രത്യേകത. അത് മേ ബി ക്യാപിറ്റൽ സിറ്റി ആയതുകൊണ്ടാവാം. റെഡ് ഫോർട്ടിലേക്ക് കിടക്കുമ്പോൾ തന്നെ ആദ്യം കാണുന്ന വ്യൂ ആണ് കേട്ടോ ഇത്. റെഡ് ഫോർട്ടിൻ്റെ ഉള്ളിൽ എൻ്റർ ആയതിനു ശേഷം ഇതുപോലെ ചെറിയ ചെറിയ ഷോപ്പിംഗ് ഏരിയാസൊക്കെ ഉണ്ട് ഇവിടെ. കുറേ ബാംഗിൾസ്, പിന്നെ അതുപോലെ ബാഗ്സ്, അങ്ങനെ ഒരു കുറച്ച് ഏരിയ ഫുൾ ഈ ഷോപ്പിംഗ് ഏരിയാസാണ്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഞാൻ നോക്കിയത് പുറത്തൊരു ഔട്ടർ ലൈൻ ഒരു റെഡ് കളർ ആണെങ്കിലും ഇവിടെ ഉള്ളിൽ വരുമ്പോൾ ഫുള്ളി ഒരു വൈറ്റ് പെയിൻറ്റിലാണ് ഇവരുടെ ആ ഒരു സ്ട്രക്ചർ ഉള്ളത്. ശരിക്കും ഒരു 2 hours ഒക്കെ ഇങ്ങനെ നടന്ന് കാണാനും കുറേ ഹിസ്റ്ററീസൊക്കെ അറിയാനും നല്ലൊരു പ്ലേസാണിത്. ഇവിടുത്തെ ഓരോ ബിൽഡിങ്ങിനും അവരവിടെ പുറത്തായിട്ട് അതിൻ്റെ ഒരു ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. അതിനെക്കുറിച്ചിട്ടുള്ള കുറേ ഇൻഫർമേഷൻസൊക്കെ അവരൊരു ചെറിയ ഒരു ബോർഡ് പോലെയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഡീപ്പായിട്ട് ഹിസ്റ്ററിയിലേക്കൊന്നും പോവാതെ ജസ്റ്റ് ഒരു ഔട്ടർ ലെയർ എന്നുള്ള രീതിയിലാണ് ഇതൊക്കെ കാണുന്നത്. ഈ വഴിക്ക് പോവുകയാണെങ്കിൽ വിസിറ്റേഴ്സിന് ഒരു ക്യാൻറ്റീൻ ഏരിയ ഉണ്ട്. ഈ ഒരു വ്യൂ ആണ് നമ്മുടെ 500 rupeesൻ്റെ ബാക്ക് സൈഡിലുള്ള ഫോർട്ട്. അങ്ങനെ റെഡ് ഫോർട്ട് കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ നെക്സ്റ്റ് പ്ലേസിലേക്ക് പോകും. ഇത് രാജ്ഘട്ട് എന്ന് പറയുന്നത് ഗാന്ധിയുടെ സമാധി, ഗാന്ധിജി മെമ്മോറിയൽ ഉള്ള ഒരു ഏരിയ ആണിത്. അപ്പോൾ ഇവിടുത്തെ ചെക്ക് ഇൻ പ്രൊസീജിയേഴ്സൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഞങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതൊരു നല്ല കാമായിട്ടുള്ള ഏരിയ. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ തന്നെ കുറേ ട്രീസും നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ഗാർഡനിങ് ഒക്കെ ആയിട്ട്. പിന്നെ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഇത് എൻട്രി ടിക്കറ്റ് ഇവിടെ ഫ്രീ ആണ്. പിന്നെ അതുപോലെ ഇവിടെ നമുക്ക് വേറെ റിക്ഷാസ് അങ്ങനത്തെ ലോക്കൽ ട്രാൻസ്പോർട്ടൊന്നും ഇതിലില്ല. ഇവിടെ നമ്മൾ നടന്ന് തന്നെ കാണണം. അങ്ങനെയാണ് എനിക്ക് ഇവിടെ ഇങ്ങനെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത്. ഇവിടെയൊക്കെ നമ്മളിങ്ങനെ നടക്കുമ്പോൾ കുറേ ഹിസ്റ്ററീസൊക്കെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളതൊക്കെ ഇങ്ങനെ നോക്കി കണ്ട് വായിച്ച് അതൊക്കെ മനസ്സിലാക്കിയിട്ട് നമുക്ക് പോകാം. പിന്നെ നമുക്ക് കുറേയൊക്കെ നമുക്ക് നമ്മുടെ ആ ഒരു ഹിസ്റ്ററിയിൽ പഠിച്ച കാര്യങ്ങളൊക്കെ കുറേ ഉണ്ടാവുമല്ലോ, അതൊക്കെ നമുക്ക് മനസ്സിലാക്കാം. ഇതിൽ ഈ താഴെ കൂടെ പോകുമ്പോഴാണ് മഹാത്മാഗാന്ധിയുടെ സമാധി കാണാൻ പറ്റും. എൻട്രൻസിൽ തന്നെ ഇതുപോലെ ഗാന്ധിജിയുടെ കുറേ വേർഡ്സ് അവർ മാർബിൾ റൈറ്റിങ്ങിൽ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ.
പിന്നെ അതേപോലെ തന്നെ ഇന്ന് ഇപ്പോൾ മൺഡേ ഇവിടെ കുഴപ്പമൊന്നുമില്ല, പക്ഷേ അധികം ഒരു ക്രൗഡഡ് അല്ല ഇവിടെ. എന്താ റീസൺ എന്നൊന്നും അറിയില്ല. ആണ് ആ സമാധിയുടെ ഒരു ഏരിയ വരുന്നത്. ഇവിടെ ഒരു പാട്ടൊക്കെ ഇവിടെ ഇങ്ങനെ പ്ലേ ചെയ്യുന്നുണ്ട്, ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പോലെ. ഇതിന് ആ ഒരു മെമ്മോറിയലിന് വേണ്ടിയിട്ട് ഇവിടെ ഫുൾ ടൈം ഇവിടെ ലാമ്പ് ഇവിടെ കത്തിച്ചുകൊണ്ടിരിക്കും ഇവർ. ഇതാണ് ആ ഒരു പ്ലേസ് വരുന്നത്. ഇതിൽ ഈ ലാമ്പ് ഫുൾ ടൈം ബേണിങ് ആയിരിക്കും, എന്താ വെച്ചാൽ അവരുടെ ആ ഒരു മെമ്മോറിയൽ ആയതുകൊണ്ട്. പിന്നെ അതേപോലെ ഇവിടെ ഹേ റാം എന്ന് എഴുതിയേക്കുന്നത് ആ ഒരു ലാസ്റ്റ് മിനിറ്റിൽ പറഞ്ഞൊരു സംഭവമായിരുന്നു ഈ ഹേ റാം എന്ന്. അപ്പോൾ അതുകൊണ്ട് അതൊരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ബ്ലാക്ക് മാർബിളിൽ ഇതുപോലെ അവർ ചെയ്തേക്കുന്നത്. ഇത് ഗാന്ധിജി മെമ്മോറിയലിൻ്റെ ടോപ്പ് വ്യൂ ആണ്. ഇതിൻ്റെ ഈ ഒരു സ്ക്വയർ നമുക്ക് ഫുള്ള് നടന്ന് കാണും ചെയ്യും. ഇതിൻ്റെ പുറത്ത് തന്നെ ഇതുപോലെ ചെറിയ ചെറിയ ഷോപ്പിംഗ് ഏരിയാസ് ഒക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഓപ്പോസിറ്റിൽ പാർക്കിംഗ് ഏരിയ, കാർ പാർക്കിംഗ് ഉണ്ട്, അങ്ങനെയൊക്കെ. പിന്നെ ഇതിൻ്റെ എൻട്രൻസിൽ തന്നെ ഇവിടെ ഇതുപോലത്തെ റോഡ്സ് ഈ സൈഡിലുണ്ട്, അവിടെയുണ്ട്. എൻട്രി ഒരെണ്ണം, എക്സിറ്റ് ഒരെണ്ണം എന്നുള്ള പോലെ. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ലോക്കൽ ബസ്സൊക്കെ ഇവിടേക്ക് ഉണ്ട്. ലോക്കൽ ബസ്സിന് ഇവിടെ ട്രാവൽ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വരികയാണെങ്കിലും ഈ ഒരു ലോക്കൽ ബസ്സിൽ കയറുകയാണെങ്കിൽ ഇവിടേക്ക് അവർ കൊണ്ടാക്കും. അതുപോലെ ഒരു ടൈമിംഗ് വെച്ചിട്ട് അവർ നമ്മളെ കൊണ്ടുപോവുകയും ചെയ്യും ഇവിടെ നിന്ന്. അങ്ങനെ ഞങ്ങൾ ഗാന്ധിജി മെമ്മോറിയൽ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് പ്ലേസിലേക്ക് പോവാണ് കേട്ടോ. ഞങ്ങളിവിടെ ഒരു ട്രാവൽ ഗൈഡ് അച്ഛൻ്റെ കെയർ ഓഫിൽ സെറ്റ് ചെയ്തതാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് നമ്മുടെ സ്വന്തം കാറിൽ ട്രാവൽ ചെയ്യണ ഒരു ഫീലായിരുന്നു ഓരോ സ്ഥലങ്ങളിലേക്ക് പോകാൻ. ഇതാണ് ഇന്ത്യ ഗേറ്റിൻ്റെ എൻട്രൻസ്. പിന്നെ അതുപോലെ ഇവിടെ ഒരു പാർക്കിംഗ് ആ ഒരു സൈഡിലായിട്ടുണ്ട്. പിന്നെ ഇവിടെ കുറേ ഷോപ്സൊക്കെ ഉണ്ട്, കുറേ ഈറ്റബിൾസിൻ്റെ ഷോപ്സ്, പാനിപൂരി, പിന്നെ ചായ, ഇവരുടെ വടാപാവ്, ഇങ്ങനെ കുറേ ഷോപ്സൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഇതാണ് ഇന്ത്യ ഗേറ്റ്. നമ്മളിവിടെ ഇങ്ങനെ പോകുമ്പോൾ തന്നെ കുറേ ഫോട്ടോഗ്രാഫേഴ്സൊക്കെ നമ്മുടെ ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ കുറേ നമ്മൾ അപ്രോച്ച് ചെയ്യുന്നുണ്ടാവും. പിന്നെ അതുപോലെ കുറേ ഈറ്റബിൾസൊക്കെ ആ ഒരു സൈഡിലാണ്. പിന്നെ ഇവിടെ തന്നെ ക്യാൻറ്റീൻ ഉണ്ട്. ഇതൊന്നും എൻട്രി ടിക്കറ്റ് ഇല്ല, ഇതൊക്കെ ഫ്രീ ആണ്. പിന്നെ ഇതിൻ്റെ കറക്റ്റ് സ്ട്രെയിറ്റ് ഓപ്പോസിറ്റാണ് രാഷ്ട്രപതി ഭവൻ, പാർലമെൻറ്റ് ഹൗസ്. അത് ശരിക്കും ഇവിടുന്ന് 2 കിലോമീറ്റേഴ്സ് വാക്കിംഗ് ഡിസ്റ്റൻസ് തന്നെ ഉണ്ട്. പിന്നെ ഇവിടുത്തെ ഈ പാർലമെൻറ്റ് ഹൗസൊക്കെ ഇതിനോട് സ്ട്രെയിറ്റ് ഓപ്പോസിറ്റിലായിട്ടാണ് വരുന്നത്. ഗേറ്റിൻ്റെ അടുത്തേക്ക് പോകണമെങ്കിൽ ഇതുപോലെ സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് വേണം പോകാനായിട്ട്. അവിടേക്ക് ഒരു ചെറിയ ബ്ലോക്കിംഗ് വെച്ചിട്ടുണ്ട്. കാണുന്ന ഈ സബ്വേ കൂടെ വേണം റോഡ് ക്രോസ് ചെയ്തിട്ട് അതിൻ്റെ അടുത്തേക്ക് പോകാനെങ്കിൽ. ഈ പോകുന്ന ഈ സബ്വേയിൽ ഇതുപോലെ കുറേ അവരുടെ ആ ഒരു ഹിസ്റ്ററി ഒക്കെ ഇതിലിങ്ങനെ മെൻഷൻ ചെയ്തിട്ട് അവർ കുറേ ബോർഡ്സൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ഇങ്ങനെ വായിച്ച് പോകാൻ ചിലവരിങ്ങനെ ഗൈഡ്സൊക്കെ കൊണ്ട് അവർ കുറേ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണമൊക്കെ ഉണ്ട്. ഇതിൽ ഈ ഇന്ത്യ ഗേറ്റ് എന്തിനു വേണ്ടിയിട്ടാണെന്ന് അറിയോ? നമ്മുടെ ഒരു World War I ഈ ബ്രിട്ടീഷ് ഇന്ത്യൻ സോൾജേഴ്സ് ഒരു 80,000 ആ ഒരു നമ്പേഴ്സിലുള്ള ആൾക്കാർ മരിച്ചിട്ടുണ്ട്. അവരുടെ ഒരു മെമ്മോറിയൽ ആയിട്ടാണ് ഈ ഒരു ഇന്ത്യ ഗേറ്റ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൽ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു 13,000 ആൾക്കാരുടെ പേര് ആ ടൈമിലുണ്ടായിരുന്ന 13,000 ഇന്ത്യൻ സോൾജേഴ്സിൻ്റെ പേര് ഇതിൽ അവർ എഴുതിയിട്ടുണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇത് ഒരു നൈറ്റ് വ്യൂ ആണ്. ഞങ്ങളിത് ഡേ ടൈമാണ് വന്നത്. ഇപ്പോൾ ടൈം ഇപ്പോൾ ഒരു 1 o'clock ആയി. ഇത് നൈറ്റ് വ്യൂ ആണെങ്കിൽ നമ്മുടെ ഒരു ഫ്ലാഗിൻ്റെ ലൈറ്റിംഗ് ഒക്കെ ആയിട്ട് കുറച്ചും കൂടെ അടിപൊളിയായിട്ട് അവരിവിടെ ലൈറ്റിങ്ങൊക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഞങ്ങൾ മോർണിംഗ് ടൈം ആയ കാരണം ഞങ്ങൾക്കിപ്പോൾ ലൈറ്റിംഗ് ഒന്നും കാണാൻ പറ്റിയില്ല. പക്ഷേ ഇവിടെ ഇത്രയും നല്ല അടിപൊളിയായിട്ടുള്ള ക്രൗഡ് ഉണ്ട്. പിന്നെ നല്ല വ്യൂവും നല്ല അടിപൊളിയായിരുന്നു കേട്ടോ ഇവിടെ. ഡൽഹി വെതർ നൈറ്റ് കുറച്ച് തണുപ്പാണെങ്കിലും മോർണിംഗ് ഒരു രക്ഷയില്ല കേട്ടോ. ഗ്ലാസ് ഇല്ലാതെ നമുക്ക് ഒട്ടും നടക്കാൻ പോലും പറ്റില്ല, അത്രയധികം സൺലൈറ്റ് ഉണ്ട്. ഇന്ത്യ ഗേറ്റ് കഴിഞ്ഞിട്ട് ഞങ്ങൾ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ ആണ്. സോ ഇതാണ് ഇതിൻ്റെ എൻട്രൻസ് ഏരിയ. പിന്നെ അവിടെ പാർക്കിംഗ് ഏരിയ ആണ് കേട്ടോ ആ സൈഡിൽ. അവിടെ കുറേ ഈറ്റബിൾസ് ഒക്കെ ഉണ്ട്, പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ വേറെ ഈറ്റബിൾസ് കാര്യങ്ങളൊന്നും അലൗഡ് അല്ല. സോ ഇവിടെയും ഇതുപോലെ കുറേ ചെക്കിനൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഇതിൻ്റെ എൻട്രി വരുന്നത്. എൻട്രി ടിക്കറ്റ്സ് ഒന്നും ഇല്ല. ഇതിൻ്റെ ഉള്ളിൽ പോകുമ്പോൾ തന്നെ ഇതുപോലെ ബോൾഡിൽ മാതൃഭൂമിയിൽ ഇന്ദിരാഗാന്ധി വെടിയേറ്റ് മരിച്ചു, അതിൻ്റെ പല ലാംഗ്വേജിലൊക്കെ അവർ എഴുതിയിട്ടുണ്ട്. ശരിക്കും ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് അത്രയധികം വിഷമം ഉണ്ടാക്കുന്ന കുറേ കാര്യങ്ങൾ ഇതിൽ കാണാനുണ്ട് കേട്ടോ.
ഇത് ഇന്ദിരാഗാന്ധി മരിച്ച സമയത്ത് ഗൺ ഷോട്ടിൻ്റെ ടൈമിൽ ഉടുത്തിരുന്ന സാരിയാണ്. ഇതുപോലെ കുറേ ഡിസ്പ്ലേസ് അവർ വെച്ചിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു വീഡിയോ ഞാൻ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്, അതെന്തായാലും കാണണം കേട്ടോ. പിന്നെ ഈ ഒരു റൂം ഇന്ദിരാഗാന്ധി താമസിച്ചിരുന്ന റൂമാണ് കേട്ടോ. ഇതൊരു സെപ്പറേറ്റ് സെറ്റിംഗ് ഒന്നുമല്ല, ഇവിടെ തന്നെയായിരുന്നു ആൾ താമസിച്ചിരുന്നത്. അതുപോലെ രാജീവ് ഗാന്ധിയുടെ സെപ്പറേറ്റ് ഒരു ഏരിയയും കൂടി ഇവിടെ കാണാം. ഇത് ആ ബോംബ് ബ്ലാസ്റ്റിൻ്റെ ടൈമിൽ രാജീവ് ഗാന്ധി ഇട്ടിരുന്ന ഡ്രസ്സാണ്. ഇതൊക്കെ ശരിക്കും നമുക്ക് ഭയങ്കരമായിട്ടൊരു വിഷമം ഉണ്ടാക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് കേട്ടോ അവിടെ നമ്മൾ കാണുമ്പോഴൊക്കെ. ഞങ്ങൾ ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ കണ്ടതിന് ശേഷം നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നു. ലഞ്ചൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ കുത്തബ് മിനാർ ആയിരുന്നു. അങ്ങനെ അവിടേക്ക് എത്തിയിട്ടോ. കുത്തബ് മിനാറും എയർപോർട്ടും കുറച്ച് നിയർ ബൈ ആയതുകൊണ്ട് ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ ഞങ്ങൾ കുത്തബ് മിനാർ. കുത്തബ് മിനാറിൻ്റെ എൻട്രി ടിക്കറ്റ് 40 റുപ്പീസാണ്. ഓൺലൈൻ ആണെങ്കിൽ 35 വരും. പിന്നെ GPay ആണെങ്കിലും 35 കൊടുത്താൽ മതി. പിന്നെ ഇതുപോലെയുള്ള ടോക്കൺസ് ആണ് അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുക. ഇത് നമ്മൾ കണ്ടതിന് ശേഷം എക്സിറ്റിൽ തിരിച്ചു കൊടുക്കും. ഇവിടെയും ഇതുപോലെ ഫ്രണ്ടിൽ കുറേ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഗൈഡ്സും ഫ്രണ്ടിൽ നിൽക്കുന്നുണ്ടാവും. ഇതാണ് കുത്തബ് മിനാറിൻ്റെ എൻട്രി. അങ്ങനെ കാണുന്ന ഈ ബിൽഡിംഗാണ് കുത്തബ് മിനാർ വരുന്നത്. ഞാൻ ചില വ്ളോഗ്സിൽ കണ്ടപ്പോൾ ഈ കുത്തബ് മിനാറിൻ്റെ മുകളിലേക്ക് കയറാൻ അലൗഡ് ആയിരുന്നു. പക്ഷേ ഇപ്പം എന്താണെന്ന് അറിയില്ല, ഇതിങ്ങനെ ബ്ലോക്ക് ചെയ്ത് വെച്ചത്. ഇത് ഫുള്ളി ബിൽറ്റ് ചെയ്ത് വെക്കുന്നത് ബ്രിക്സിലാണ്. അതുപോലെ 73 മീറ്റേഴ്സ് ടോളാണ്. ഇതിനേക്കാളും ഹൈറ്റ് കൂടുതലാണ് താജ്മഹൽ. ഇത് ഒരു മുസ്ലിം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ബിൽഡിങ്ങും കൂടിയാണ്. പിന്നെ ഇതിന് ചുറ്റും നോക്കുമ്പോൾ കുറേ ബിൽഡിങ്സ് ഒക്കെ ഇതുപോലെ ഇൻകംപ്ലീറ്റ് ആയിട്ടാണ് പണിതേക്കുന്നത്. ഇതുപോലെ ബിൽഡിങ്സ് ഒക്കെ ഇൻകംപ്ലീറ്റ് ആയിട്ട് ഇരിക്കാൻ പല റീസൺസ് ഉണ്ട്. ഒന്ന്, അവർ റൂളിംഗ് മാറുന്നതും അതുപോലെ ആ റൂളേഴ്സൊക്കെ മരിക്കുന്നതുമാണ് റീസൺ. പിന്നെ ഈ ഒരു ബിൽഡിംഗ് നമ്മൾ വീണ്ടും സ്ട്രക്ചർ ചെയ്തെടുക്കുകയാണെങ്കിൽ ആ ഒരു പണ്ടത്തെ ഹിസ്റ്ററി നഷ്ടപ്പെടും. ട്യൂസ്ഡേ ആയിരുന്നു ഞങ്ങളിവിടെ പോയത്. വർക്കിംഗ് ഡേ ആണെങ്കിലും അത്യാവശ്യത്തിന് നല്ല തിരക്കുണ്ടായിരുന്നു. അതുപോലെ കുറേ പിള്ളേരുകളുണ്ടായിരുന്നു. പിന്നെ സ്കൂൾ സ്റ്റുഡൻസും ഇവിടെ ഒരു 1 ഡേ ട്രിപ്പ് പോലെ വരുന്നുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു കുത്തബ് മിനാർ ബിൽഡിങ്ങിൻ്റെ മുകളിൽ ചെറിയ ചെറിയ ബേർഡ്സിനെ കാണാം. പാരറ്റ് പോലെ ഉണ്ടാവും, പക്ഷേ പാരറ്റ് അല്ല. പക്ഷേ ഈഗിളിനേക്കാളും മുകളിലാണ് പറക്കുന്നത്. അങ്ങനെ ഡൽഹിയിലുള്ള ലാസ്റ്റ് പ്ലേസും കഴിഞ്ഞ് ഞങ്ങൾ എയർപോർട്ടിലേക്ക് പോയിട്ടോ. ഈ ഒരു 3 ഡേയ്സ് ഞങ്ങൾ 3 സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ജയ്പൂർ, ആഗ്ര, ഡൽഹി. അങ്ങനെ ഈ ഒരു ക്യാബ് ഡ്രൈവർ ഞങ്ങളുടെ നിന്ന് വാങ്ങിയത് 32,000 റുപ്പീസാണ്. ട്രാവൽ, അക്കോമഡേഷൻ, പിന്നെ പാർക്കിംഗ്, ടോൾ ചാർജസ് മാത്രമേ ആൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. ബാക്കി ഫുഡും ടിക്കറ്റ്സൊക്കെ ഞങ്ങളുടെ ഓൺ എക്സ്പെൻസ് ആണ്. അങ്ങനെ ഞങ്ങൾക്ക് ഈ ഒരു ട്രിപ്പിൽ ഒരു 1,20,000 വന്നിട്ട്. ബട്ട് കമ്പാരിറ്റീവ്ലി ഇതൊരു റീസണബിൾ പ്രൈസ് എന്നാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ ഞങ്ങളുടെ ഗോൾഡൻ ട്രയാങ്കിൾ ട്രിപ്പ് കഴിഞ്ഞു. ബൈ.